ഓം ഗം ഗണപതേ നമഃ. ഓം നമോ നാരായണായ. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ദാസീഭൂതസമസ്തദേവവനിതാം ലോകൈകദീപാകുരാം ശ്രീമന്മന്ദകടാക്ഷലബ്ധവിഭവ ബ്രഹ്മേന്ദ്രഗംഗാധരാം ത്വാം ത്രൈലോക്യകുടുംബിനി സരസിജാം വന്ദേ മുകുന്ദപ്രിയാം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. കാലം എന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. പക്ഷേ കാലം ചിലർക്ക് വേണ്ടി കനിഞ്ഞ് ഭാഗ്യത്തെ നൽകും. പ്രപഞ്ചശക്തികൾ ചില സമയങ്ങളിൽ ഒത്തുചേരാറുണ്ട്. 2026 എന്ന വർഷം വെറും ഒരു അക്കമായി ആരും കണക്കാക്കേണ്ടതില്ല. കാരണം എന്തെന്നാൽ അതൊരു നിയോഗ വർഷമായിരിക്കും. ശനി ഭഗവാന്റെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും ചേർന്ന് ചില നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ദാരിദ്ര്യരേഖയെ മായ്ച്ചു കളയാൻ പോവുകയാണ്. അതായത് ആകാശമണ്ഡലത്തിൽ ഗ്രഹങ്ങൾ അവയുടെ പകിട്ട് മാറ്റുകയാണ്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സകലവിധ കഷ്ടപ്പാടുകൾ, അതേപോലെ തന്നെ കടബാധ്യതകൾ, രോഗാദി ദുരിതങ്ങൾ, ഇവയൊക്കെയും ഭഗവാൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പോകുന്ന വർഷമാണ് വരുന്ന 2026. കർമ്മം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈ നക്ഷത്രക്കാർ, അതായത് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ കോടീശ്വര യോഗത്തിലേക്കാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. അഥവാ രാജയോഗത്തിലേക്കാണ് നിങ്ങൾ ചുവടെടുത്ത് വെക്കുന്നത്. എല്ലാവിധ കഷ്ടപ്പാടുകളും മാറുന്നു. രാജയോഗം, കോടീശ്വര യോഗത്തിലേക്ക് കടക്കുകയാണ് കുറച്ച് നക്ഷത്രക്കാർ. നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് അല്പം ഭക്തിയോടെ ഇരുന്നാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന കാലമാണ് വരുന്ന പുതുവർഷമായ 2026. ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ്, ഏതൊക്കെ നക്ഷത്രക്കാരുടെ ഗൃഹത്തിലേക്കാണ് കോടീശ്വര യോഗവുമായി ലക്ഷ്മി ഭഗവതി, അമ്മ മഹാമായ, അമ്മ പരാശക്തി കടന്നു വരുന്നതെന്ന് നോക്കാം. ആ ഓരോരോ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതിലേക്ക് നമുക്ക് കടക്കാം. അതിലാദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിയും ചന്ദ്രഭാവിയും എൻ്റെ രോഹിണിക്കാർക്ക്, അതായത് എൻ്റെ രോഹിണി നക്ഷത്രക്കാരോട് എനിക്ക് പറയുവാനായുള്ളത്, ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് ദുരിതങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വർഷത്തോളമായി നിങ്ങൾ ദുരിതക്കയത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. ആരോടും പറയുവാനില്ല. പക്ഷേ നിങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും ഭഗവാൻ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം അമൃതകാലം കൊണ്ടുവരാനായി പോകുന്നത്. നിങ്ങൾ വിതച്ച വിത്തുകൾ കൊയ്യുവാൻ സമയമായി. അതായത് ഭൂമി ലാഭം വന്നു ചേരും 2026. ഗൃഹയോഗം കാണുന്നുണ്ട്. പുതിയ ഒരു വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് ഒന്ന് മോടി പിടിപ്പിക്കാനോ ഒക്കെയുള്ളൊരു സാധ്യത, ഭാഗ്യം കൂടുതലായി നിങ്ങൾക്ക് കാണുന്നുണ്ട്. വലിയ ചില നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗ്യം വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ചെയ്താൽ മതി. കൃഷ്ണ ഭഗവാനെ ഭജിക്കൂ. ഒട്ടുമിക്ക മലയാളികളും ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവരായിരിക്കും. എല്ലാവരും എൻ്റെ കണ്ണ, കൃഷ്ണ, ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കാത്ത ഒരു അമ്മമാരുമില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ രോഹിണിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ നക്ഷത്രം ഏതാണ് അറിയാമല്ലോ. രോഹിണി ആരുടെ നക്ഷത്രമാണ്? അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റുന്ന വർഷം വരികയാണ്. വഴി തെളിയാൻ പോകുന്നു. അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാത തെളിയുകയാണ്. സമസ്ത മേഖല, എടുത്തു പറയുന്നില്ല ഒരു മേഖലയും, എല്ലാ മേഖലകളിലും 2026 നിങ്ങൾ ശോഭിക്കാൻ പോവുകയാണ് രോഹിണി നക്ഷത്രം. ഇനി നമുക്ക് രണ്ടാമത്തെ നക്ഷത്രം നോക്കാം. രണ്ടാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് മകം നക്ഷത്രത്തെയാണ്. മകം പിതൃദേവത, അതായത് മകം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് അശ്വമേധ തുല്യമായ ഒരു കുതിപ്പാണ്. അശ്വമാരാണ് കുതിര. കുതിരയുടെ കൂട്ടത്ത്, അതായത് കുതിരയുടെ വേഗം മറ്റാർക്കും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വേഗതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതും. അതിൻ്റെ ഫലം എന്നോണം തടസ്സപ്പെട്ടു കിടന്ന കുടുംബ സ്വത്തുക്കളോ, തടസ്സപ്പെട്ടു കിടന്ന വിദേശ യോഗ, യാത്രാഭാഗ്യം, ഇതൊക്കെ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കൈകളിൽ ധനം വന്നു ചേരുമ്പോൾ അത് എന്തിനാണ് നിങ്ങൾ വിനിയോഗിക്കേണ്ടത്? അല്പം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൂടി വിനിയോഗിക്കാൻ മറക്കരുത്. സൽക്കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനധർമ്മങ്ങൾ,
അതേപോലെ അന്യദുഃഖത്തിൽ കരുണയുണ്ടായിരിക്കണം. വിഷമിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം, അവൻ്റെ നാണം മറയ്ക്കാൻ ഒരു നേരത്തെ വസ്ത്രം, അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നതുകൊണ്ട് അന്ന് തന്നെയാണ് ഈ ധർമ്മബോധം ഉണർത്തുക എന്നതുകൊണ്ട് പറയുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. മകം നക്ഷത്രക്കാർക്ക് വലിയ ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു സമയമാണ് 2026 വന്നു ചേരാൻ പോകുന്നത്. ഇനി അടുത്ത നക്ഷത്രം നമുക്ക് പറയാനുള്ളത് ചോദ്യമാണ്. ചോദ്യ നക്ഷത്ര ജാതസ്യ, അതായത് ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതം മാറാൻ പോകുന്നു. വായുപുത്രൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രം കൂടിയാകുന്നു ചോതി. അതുകൊണ്ട് തന്നെ 2026 ഭാഗ്യദേവത തുറക്കപ്പെടുന്ന സമയമാണ് ചോദിക്ക്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും, കർമ്മ ഉയർച്ച കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടന്നു എന്ന് നമ്മൾ പറയാറുണ്ട്, നാട്ടു നടപ്പായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറും, തൊഴിലിൽ നേട്ടമുണ്ടാകും. നിങ്ങൾ പോലും വിചാരിക്കാത്ത പലവിധ വമ്പൻ സ്രോതസ്സുകളിൽ നിന്ന് പണം ഒഴുകി വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ പോലും വിചാരിക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇത്രയും ധനം വന്നു ചേരുമോ, ഞാനൊരു കോടീശ്വരനായി മാറുമോ. നിങ്ങൾക്ക് ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തമാശയായി നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നു ചേരും. നിങ്ങൾ അന്നേരം ഇത് ചിന്തിക്കും. ഈ വീഡിയോയുടെ ആ ഒരു വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തും. കടങ്ങളില്ലാത്ത ഒരു സുന്ദരമായ ജീവിതമാണ് ഓരോ മനുഷ്യരും. വലിയ കോടീശ്വരന്മാരാണെങ്കിൽ പോലും പല വിധത്തിലുള്ള കടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ വരെ നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കടമില്ലാത്ത സന്തോഷമായൊരു ശാന്തത വേണം, സമാധാനം വേണം, കടങ്ങൾ ഒഴിയണം. പക്ഷേ അടിക്കടി കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒഴിയുന്നില്ല. പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരുന്ന അവസ്ഥ, സ്വർണം വരെ പണയത്തിലായിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ സ്വർണ്ണത്തിന് അങ്ങേയറ്റത്തെ വിലയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണം, അതല്ലേ ആവശ്യം. ആ ആവശ്യം തന്നെ നടക്കാൻ പോവുകയാണ് ചോദ്യ നക്ഷത്രക്കാർക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയും ഈ വരുന്ന 2026 നടന്നിരിക്കും. ഉറപ്പ് തന്നെ, എഴുതി വെച്ചോളൂ. ഇനി നാലാമത്തെ നക്ഷത്രമായി നമുക്ക് പറയാനുള്ളത് ഉത്രാടമാണ്. അതായത് സൂര്യപ്രഭാവം എന്ന് തന്നെ പറയാം. ഉത്രാട നക്ഷത്രക്കാർക്ക് 2026 വരാൻ പോകുന്നത്. ഇവിടെ സൂര്യപ്രഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൂര്യപുത്രന്മാരെ പോലെ തിളങ്ങാൻ പോകുന്നു ഉത്രാടം നക്ഷത്രം. അധികാരം വന്നു ചേരും, ധനമുണ്ടാകും. അധികാരവും ധനവും ഒരുപോലെ വന്നു ചേരുമെന്ന്, അതായത് ഉന്നത പദവികൾ വന്നു ചേരും. അതിൽ നിന്ന് ഉന്നതമായ ശമ്പളം അല്ലെങ്കിൽ വരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജാതകത്തിൽ ഇവിടെ വ്യാഴം കനിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വരുന്നത് 2026. അതുകൊണ്ടാണ് ഈ അധികാര പദവികളൊക്കെ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ അർഹതയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നതിവിടെ ഒറ്റ വാക്കിൽ പറയാം. പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാറ്റി വെക്കുന്നു. പക്ഷേ അതും പ്രാബല്യത്തിൽ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇതിൽ നല്ലൊരു സമയം ഇനി വേറെ ഉണ്ടാകുന്നില്ല 2026. അത്രത്തോളം സമയം വലിയ മാറ്റമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റവാക്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു. അതായത് ഒന്നുണ്ട്, അഹങ്കാരം വന്നാൽ ഐശ്വര്യം പടിയിറങ്ങും. അതായത് പണം വരുമ്പോൾ ഒട്ടുമിക്ക ആളുകൾ ഈശ്വരനെ മറക്കുന്ന ഒരു രീതിയുണ്ട്. ഐശ്വര്യം വന്നു കഴിയുമ്പോൾ കണ്ണ് കാണത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് കഴിവതും. അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. ദിവസവും രാവിലെ കുളിച്ച് ദീപം കൊളുത്തി മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ഓം ശ്രീലക്ഷ്മിയെ നമഃ എന്ന ഈ ഒരു മന്ത്രം 108 തവണ അങ്ങോട്ട് ജപിക്കുക. ഇപ്പോഴും തുടങ്ങാം, പക്ഷേ ബെസ്റ്റായിട്ടുള്ളത് 2026 തൊട്ട് തുടങ്ങുന്നതാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അതായത് പ്രവൃത്തി കൊണ്ട് ചെയ്തിട്ട് ഞാൻ വാക്കുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയല്ല, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് പ്രവൃത്തിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും അർത്ഥമില്ല. അവൻ വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കണം. കഴിയുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. എപ്പോഴാണോ സൗകര്യം, രാവിലെ എങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ടാണ് ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് കത്തിക്കുന്ന സന്ധ്യാസമയത്താണെങ്കിൽ അങ്ങനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഭാഗ്യം വർദ്ധിക്കും, ആയുസ് കൂടും. വെറും ആയുസ് കൂടുകയല്ല, ഭാഗ്യത്തോടു കൂടി. അതായത് ആയുസ് കൂടി കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഭാഗ്യവും കൂടി അനുകൂലമായി വന്നാലല്ലേ ആയുസും കൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഗുണകരമായി വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൽ വരും. ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഏവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ നാരായണ ഭഗവാനെ. എല്ലാവർക്കും ഐശ്വര്യം വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക, ധൈര്യമായിരിക്കുക. 2025 പോലെ ആകില്ല വരുന്ന 2026. മംഗളം ഭവിക്കട്ടെ. നന്ദി.